Hello everybody. Today we are going to study the portion solving LPP using simplex method. In the previous session we have studied how to solve LPP using a graphical method. Okay. Hope everyone understood that graphical method. Okay, now today we can go to see how we can solve LPP using a simplex method. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ ഗ്രാഫിക്കൽ മെത്തേഡ് പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു ഒരു LPP സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നാമത്തത് ഗ്രാഫിക്കൽ മെത്തേഡും രണ്ടാമത്തത് സിംപ്ലെക്സ് മെത്തേഡും. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന LPPയിൽ രണ്ട് വേരിയബിൾസേ ഉള്ളെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാം. സിംപ്ലെക്സ് ആണെങ്കിൽ എത്ര രണ്ടല്ല മൂന്നല്ല എത്ര വേരിയബിൾസ് ആണെങ്കിലും സിംപ്ലെക്സ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. രണ്ട് വേരിയബിൾ ഉള്ളതും സിംപ്ലെക്സ് മെത്തേഡ് വെച്ച് ചെയ്യാം. രണ്ടിൽ കൂടുതലുള്ള വേരിയബിൾസ് ഉള്ള പ്രോബ്ലത്തിനെയും നമുക്ക് സിംപ്ലെക്സ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണും. നിങ്ങളുടെ അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് സിംപ്ലെക്സ് മെത്തേഡിലേക്ക് കടക്കാം. അപ്പോൾ സിംപ്ലെക്സ് മെത്തേഡ് ഡയറക്റ്റായിട്ട് പ്രോബ്ലത്തിൽ പോകുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ടേംസ് ആദ്യം എന്താണെന്നൊന്ന് അറിയണം. ആ ടേംസ് ഒക്കെ ആദ്യം പറഞ്ഞതിന് ശേഷം പ്രോബ്ലം വെച്ച് ഞാൻ ആ ടേംസ് എന്താണെന്ന് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനി LPP വിച്ച് ഹാസ് സൊല്യൂഷൻ ക്യാൻ ബി സോൾവ്ഡ് ബൈ ദ സിംപ്ലെക്സ് മെത്തേഡ് എന്നാണ്. ഏത് LPP, വെദർ ഇറ്റ് ഹാസ് 2 variables, whether it has 3 variables, whether it has 4 variables, that is not a problem. We can solve the LPP using simplex method. Graphical restrictions ഉണ്ട്, ഇവിടെ ആ റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ ആദ്യം ഗ്രാഫിക്കൽ മെത്തേഡിലും നമ്മൾ Z എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ സോൾവ് ചെയ്തു. ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് നമ്മൾ ലൈനൊക്കെ വരച്ച് ഫീസിബിൾ ഏരിയ കണ്ടുപിടിച്ച് കോർണർ വെർട്ടീസസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓരോ വെർട്ടെക്സിലും ഇസഡിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ആദ്യം നമ്മൾ കാണുന്നത്. അതിൽ നിന്നും ക്വസ്റ്റ്യൻ മാക്സിമൈസ് ആണ് എന്നുണ്ടെങ്കിൽ ഇസഡിൻ്റെ മാക്സിമം വാല്യൂ ഏത് പോയിന്റിൽ വന്നോ അതാണ് സൊല്യൂഷൻ. അല്ല മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ മിനിമം വാല്യൂ ഏതിന് കിട്ടി അതാണ് ഇസഡിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LPPയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഇസഡ് ഓരോ പോയിന്റിലും നമുക്ക് ഇസഡിന് വാല്യൂ കിട്ടുന്നുണ്ട്, ഓരോ കോർണർ പോയിന്റിലും. അപ്പോൾ ആ ഓരോ പോയിന്റിൽ കിട്ടുമ്പോഴും നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഓൾ ദീസ് ആർ ഫീസിബിൾ സൊല്യൂഷൻസ് ആണ്. ശരിക്കും ഇസഡിന് ഒരു വാല്യൂ കിട്ടുന്നുണ്ടല്ലോ. ഇസഡിന് വാല്യൂ കിട്ടുന്നതിനെ എല്ലാം ഫീസിബിലിറ്റിയാണ്, ഫീസിബിളാണ്, ഇസഡിന് വാല്യൂ കിട്ടുകയാണ് ഫൈനലായിട്ട്. ആ ഫീസിബിൾ സൊല്യൂഷൻസ് ഗ്രാഫിക്കലിലും കിട്ടുന്നുണ്ട്. ഡിഫറെൻറ്റ് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുന്നതിൽ നിന്നും നമ്മൾ ഒപ്റ്റിമം ആയിട്ടുള്ള വാല്യൂ ഏതാണോ ക്വസ്റ്റ്യൻ LPP മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് ആകുമ്പോൾ അതിനനുസരിച്ചാണ് വാല്യൂ എടുക്കേണ്ടത്. അപ്പം ഇവിടെയും സിംപ്ലെക്സ് മെത്തേഡിലും മെയിൻ സ്റ്റെപ്പുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ട്രയൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദ LPP. ആദ്യം ഒരു ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ദെൻ ടെസ്റ്റ് വെദർ ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓർ നോട്ട്. ഓക്കെ, ഇതൊരു ഐട്രേറ്റീവ് പ്രോസസ്സാണ് സിംപ്ലെക്സ് എന്ന് പറയുന്നത്. നേരത്തെ പോലെ ഒന്നിച്ച് നമുക്ക് ആൻസർ കിട്ടുകയല്ല. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് ആദ്യം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളത്. ഇഫ് നോട്ട് ഒപ്റ്റിമൽ, ഇംപ്രൂവ് ദ ഫസ്റ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ബൈ എ സെറ്റ് ഓഫ് റൂൾസ്. ഓക്കെ, അപ്പോൾ ഇത് ഒപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കുറച്ച് റൂൾസ് അല്ലെങ്കിൽ നമ്മുടെ ചില സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആ സ്റ്റെപ്പ് അനുസരിച്ച് അത് ഒപ്റ്റിമൽ ആക്കാനായിട്ട് നോക്കുക, ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ റിപ്പീറ്റ് ദ സ്റ്റെപ്സ് അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 2 and 3 എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു സെറ്റ് ഓഫ് റൂൾസ് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഒരു ഫീസിബിൾ സൊല്യൂഷനിലേക്ക് ചെല്ലും. ആ ഫീസിബിൾ സൊല്യൂഷനും ഒപ്റ്റിമം ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഒപ്റ്റിമം അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഇംപ്രൂവ് ചെയ്ത് നോക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനെയാണ് നാലാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 2 and 3 ടിൽ ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നത് വരെയും നമ്മൾ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം തന്നിരിക്കുന്ന LPPയിൽ നിന്നും
നമ്മളൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും, അത് ഒപ്റ്റിമം ആണോ എന്ന് ടെസ്റ്റ് ചെയ്യും. ഒപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ്, അതെന്താ ചെയ്യേണ്ടതെന്ന് റൂൾസ് താഴെ പറയുന്നുണ്ട്. ആ സെറ്റ് ഓഫ് റൂൾസ് വെച്ച് നമ്മൾ ഒപ്റ്റിമം ആണോ എന്ന് ഒപ്റ്റിമം ആക്കാൻ വേണ്ടി ശ്രമിക്കും. വീണ്ടും ഒരു ഫീസിബിൾ സൊല്യൂഷൻ കിട്ടും, വീണ്ടും അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, അത് പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും അൺടിൽ ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. മനസ്സിലായോ? ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നത് വരെയും ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ടേംസ്, ഇനി ഞാൻ താഴോട്ട് പറയാൻ പോകുന്ന ടേംസുകളെല്ലാം ഷോർട്ട് ആൻസറിന് വേണ്ടി ചോദിക്കുന്നതായതുകൊണ്ടാണ് ഓരോന്നിനും നോട്ടായിട്ട് എഴുതി തന്നത്. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ദ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് വിച്ച് സാറ്റിസ്ഫൈ ഓൾ ദ കൺസ്ട്രൈൻസ് ആൻഡ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓഫ് ദ പ്രോബ്ലം. നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലും കണ്ടല്ലോ, ഇസഡിന് z is equal to 3x plus 4y എന്ന് പറയും ഒരു ഒബ്ജക്റ്റീവ് ആണെങ്കിൽ. നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ 5 കോർഡിനേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വെർട്ടിസസ് കിട്ടും ഒരു ക്ലോസ്ഡ് ഏരിയ ആയിട്ട്. അപ്പോൾ ആ ഓരോ വെർട്ടെക്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഇസഡിനൊരു വാല്യൂ കിട്ടുന്നുണ്ട്. ആ വാല്യൂസ്, അപ്പോൾ ആ ഇസഡിന് വാല്യൂ കിട്ടുന്നതെല്ലാം ഒരു ഇസഡിൻ്റെ ഒരു സൊല്യൂഷനാണ്. നമുക്ക് ഒപ്റ്റിമം വേണം എന്നുള്ളതുകൊണ്ടാണ് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ കിട്ടിയതെല്ലാം ഫീസിബിൾ ആണ്. അപ്പോൾ ആ വേരിയബിൾസ് എക്സിനും വൈനും ഏതൊക്കെ വാല്യൂസ് ആണോ ഇസഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ ആയിട്ട് ഇസഡ് സോൾവ് ചെയ്ത് കിട്ടുന്നുണ്ടോ അതെല്ലാം ഫീസിബിൾ സൊല്യൂഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ദ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് വിച്ച് സാറ്റിസ്ഫൈ ഓൾ ദ കൺസ്ട്രൈൻസ് ആൻഡ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ ആ കിട്ടിയ എല്ലാ എക്സും അല്ലെങ്കിൽ x1 x2 എന്ന് പറയുന്നതിൻ്റെ എല്ലാ വാല്യൂസിനെയും നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫീസിബിൾ. ഇനി ഈ ഫീസിബിളിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഒപ്റ്റിമം അല്ലെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ. എന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ? എ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് സെറ്റ് ടു ബി ഒപ്റ്റിമം ഇഫ് ഇറ്റ് ഒപ്റ്റിമൈസസ് മീൻസ് ഇഫ് ഇറ്റ് മാക്സിമൈസ് ഓർ മിനിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് ഓഫ് ദി പ്രോബ്ലം. ഓക്കെ, ഫീസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് ക്ലിയർ ആയി കാണും. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താണ്? ഇനി ബേസിക് ഫീസിബിൾ, നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞു ഗ്രാഫിക്കൽ മെത്തേഡിലൊന്നും പറയാത്ത ഒരു കാര്യമായിരുന്നു BFS, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ സിംപ്ലക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ BFS, ഷോർട്ടായിട്ട് BFS, ദാറ്റ് ഈസ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. എന്താണ് ബേസിക് ഫീസിബിൾ എന്ന് പറയുന്നത്? എ ഫീസിബിൾ സൊല്യൂഷൻ ഇൻ വിച്ച് ദ വെക്ടേഴ്സ് അസോസിയേറ്റഡ് ടു നോൺ സീറോ വേരിയബിൾസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈസ് കോൾഡ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ നമ്മളൊരു ഫീസിബിൾ അല്ലെങ്കിൽ ഒരു ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഈ പറയുന്ന വേരിയബിൾസ്, ഇപ്പോൾ x1 x2 x3 എന്ന് പറയുന്ന ഡിഫറെൻറ്റ് വേരിയബിൾസിൻ്റെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോഎഫിഷ്യൻസ് x1, ഇപ്പോൾ 3 കൺസ്ട്രൈൻസ് തന്നിട്ടുണ്ട്. ഈ 3 കൺസ്ട്രൈൻസിലും x1 കോഎഫിഷ്യൻസ് ഉണ്ടാവുമല്ലോ, അതുപോലെ x2നും കോഎഫിഷ്യൻസ് കാണും. അപ്പം x1 റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ വെക്റ്റർ, x1ൻ്റെ കോഎഫിഷ്യൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ വെക്റ്റർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്നതിനെയാണ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ആ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. If x1, x2, x3 are 3 variables such that the vectors associated to them are 1, 0. അപ്പോൾ x1ൻ്റെ കോഎഫിഷ്യൻ്റ് 3 കൺസ്ട്രൈൻഡ് ഉണ്ടായിരുന്നു. 3 കൺസ്ട്രൈൻഡിൽ നിന്നും x1ൻ്റെ കോഎഫിഷ്യൻസ് ഒരു വെക്റ്റർ ഫോമിൽ ഇതുപോലെ എഴുതുകയാണെങ്കിൽ അത് 1, 0. x1 ആദ്യത്തെ കൺസ്ട്രൈൻഡിൽ 1ഉം രണ്ടാമത്തെ കൺസ്ട്രൈൻഡിൽ x1 ഇല്ല, മൂന്നാമത്തതിലും x1 ഇല്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ദ വെക്റ്റർ ഓഫ് x1 ക്യാൻ ബി റിട്ടൺ ആസ് 1, 0, 0. x2 അതുപോലെ ആദ്യത്തെ കൺസ്ട്രൈൻഡിൽ x2 ഇല്ല, രണ്ടാമത്തെ കൺസ്ട്രൈൻഡിൽ x2 ഉണ്ട്, മൂന്നാമത്തതിൽ x2 ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന x2ൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതുമ്പോൾ 0, 1, 0. അടുത്തത് x3ക്ക് അതുപോലെ മൂന്നാമത്തെ കൺസ്ട്രൈൻഡിൽ മാത്രമേ x3 ഉള്ളൂ, ആദ്യത്തെ രണ്ടെണ്ണത്തിലും x3 പ്രസൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെക്റ്റർ എങ്ങനെ എഴുതാം? 0, 0, 1. അപ്പോൾ ഇങ്ങനെ വരുന്ന വെക്റ്റേഴ്സ് x1, x2 3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ 3 വേരിയബിൾസിൻ്റെ വെക്റ്റേഴ്സിനെയും നമുക്ക് 1, 0, 0 അല്ലെങ്കിൽ 0, 1, 0, 0, 0, 1 ഫോമിൽ എഴുതാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ x1, x2, x3 ആർ കോൾഡ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയും. മനസ്സിലായോ? ഇങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ എന്ത് പറയും?
അങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേരിയബിൾസ് എഴുതാൻ പറ്റുമ്പോൾ അതിനെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും, BFS. മനസ്സിലായോ? ഫീസിബിൾ സൊല്യൂഷൻ ഇൻ വിച്ച് വെക്ടേഴ്സ് അസോസിയേറ്റഡ് ടു നോൺ സീറോ വേരിയബിൾസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഈസ് കോൾഡ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, BFS. അപ്പം നമുക്ക് തന്നിരിക്കുന്ന LPPയിൽ നിന്നും ആദ്യം BFS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ വേരിയബിൾസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വേരിയബിൾ. ഓക്കെ, അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾസ്, ഈ പറയുന്ന x1, x2, x3 എന്ന് പറയുന്ന വേരിയബിൾസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യൂണിറ്റ് വെക്റ്റർ ഫോമിൽ 1 0 0 0 1 0 0 0 1 എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന വെക്റ്റേഴ്സിനെയാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്നും പറയുന്നത്. ഓക്കെ, ഇനി ബേസിക് ആൻഡ് നോൺ ബേസിക് വേരിയബിൾസിൻ്റെ ഡെഫിനിഷനായിട്ട് എന്തെങ്കിലും ബേസിക്, ഇത് നേരത്തെ പറഞ്ഞത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ്. ഇവിടെ പറയാൻ പോകുന്നത് ബേസിക് വേരിയബിൾസ് എന്താണ്, നോൺ ബേസിക് വേരിയബിൾസ് എന്താണെന്നുള്ളത്. ഇഫ് ദർ ആർ m വേരിയബിൾസ് ആൻഡ് n കൺസ്ട്രൈൻസ്, നമ്മൾ എടുക്കുന്നതിൽ x1, x2, x3 എന്ന് പറയുന്നത് വേരിയബിൾസും കൺസ്ട്രൈൻസ് മനസ്സിലായല്ലോ, നമ്മൾ എഴുതുന്ന ഇൻഇക്വാലിറ്റീസ്. അപ്പം ഇഫ് ലെറ്റ് ദർ ബി m വേരിയബിൾസ് ആൻഡ് n കൺസ്ട്രൈൻസ്, അതിൻ്റെ അകത്തിൽ ലെറ്റ് m ഗ്രേറ്റർ ദാൻ n, വേരിയബിൾസിൻ്റെ എണ്ണം കൺസ്ട്രൈൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ then we put 0 values for m minus n വേരിയബിൾസ്. നമ്മൾ കുറച്ച് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾസിന് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ so that for the remaining n variables we get the solution. m minus n variables നമ്മൾ 0 ഇട്ടിട്ട് ബാക്കിയുള്ള ഒരു വേരിയബിളിന് വാല്യൂസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയർ. ദീസ് n വേരിയബിൾസ് ആർ കോൾഡ് ബേസിക് വേരിയബിൾ. മനസ്സിലായല്ലോ? ആ വാല്യൂ കിട്ടുന്ന n വേരിയബിൾസിനെയാണ് ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത്. ബാക്കി ഉള്ള എല്ലാ വേരിയബിൾസിനെയും നമ്മൾ നോൺ ബേസിക് വേരിയബിൾസ് എന്ന് പറയും. ഇത് നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഡെഫിനേഷൻ അല്ലെങ്കിൽ നോട്ടായിട്ട് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് തന്നതാണ്. m വേരിയബിൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾസും ഉണ്ട്, 4 കൺസ്ട്രൈൻസും ഉണ്ടെന്ന് വിചാരിക്കുക. x1, x2, x3 എന്ന് പറയുന്ന 3 വേരിയബിൾസ്, കൺസ്ട്രൈൻസ് 4 എണ്ണം ഉണ്ട്. അപ്പോൾ വേരിയബിൾസിൻ്റെ കൺസ്ട്രൈൻസും 2 എണ്ണം ഉണ്ട്. 3 വേരിയബിൾസും m എന്ന് പറയുന്ന വേരിയബിൾസ് കൂടുതലായിട്ട്, അപ്പം 3 വേരിയബിൾസും 2 കൺസ്ട്രൈൻറ്റും വരികയാണെങ്കിൽ നമുക്ക് m മൈനസ് n വേരിയബിൾസ് ഏതെങ്കിലും ഒരു വേരിയബിൾ, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് 3 വേരിയബിളും 2 കൺസ്ട്രൈൻറ്റും ആകുമ്പം എങ്ങനെ വരും? 3 - 2 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും. അതിന് 0 ഇട്ട് കൊടുക്കുമ്പം ബാക്കിയുള്ള n വേരിയബിൾസിന് റിമൈനിങ് ഈ ഒരെണ്ണം പോയിട്ട് ബാക്കി ചിലപ്പോൾ 2 വേരിയബിൾസിന് നമുക്ക് വാല്യൂ കിട്ടും, സൊല്യൂഷൻ കിട്ടും. 0 ഇട്ട് കൊടുക്കുമ്പോൾ ആ ഇക്വേഷനിൽ നിന്നും വാല്യൂ കിട്ടും. ആ n വേരിയബിൾസിനെയാണ് ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത്. അതർ വേരിയബിൾസ് ആർ കോൾഡ്, ഈ ബേസിക് അല്ലാത്തതിനെയെല്ലാം നോൺ ബേസിക് വേരിയബിൾസ് എന്ന് പറയും. But the vectors associated with the basic variables എപ്പോഴും എന്തായിരിക്കും? യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഫോമിലായിരിക്കും. ഇതിനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തറിയേണ്ട പ്രധാനപ്പെട്ട 2 ടേംസ് ആണ്. സ്ലാക്ക് വേരിയബിൾ, ഇപ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് സിംപ്ലക്സ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടതായ ഒരു ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ആണ് സ്ലാക്ക് വേരിയബിൾ. If a constraint has a sign less than or equal to, then we add some variables to the LHS left hand side in order to convert the inequality sign to equal to sign. Such variables are called slack variables. അപ്പം നമ്മൾ സാധാരണ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രൈൻറ്റ് ആകുമ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവിടെ എന്തോ കുറവുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിനേക്കാൾ കുറവായതെന്ന് കാണിക്കുന്നത്, ലെസ് ദാൻ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു വേരിയബിൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എവിടെയാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. ആ വേരിയബിൾസിനെയാണ് സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ദ വാല്യൂസ് ഓഫ് ദീസ് വേരിയബിൾസ് ആർ അസ്യൂംഡ് ആസ് ദ എമൗണ്ട് ഓഫ് അൺയൂസ്ഡ് റിസോഴ്സ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് വാല്യൂ അൺയൂസ്ഡ് റിസോഴ്സ് ആണ്, അത് യൂസ് ചെയ്യപ്പെടാത്ത ഒരു വാല്യൂ ആണ്. മനസ്സിലായല്ലോ? അതങ്ങനെ കണ്ടാൽ മതി. നമ്മൾ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? 3x1 പ്ലസ് 2x2 പ്ലസ് 5x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് നമ്മുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൺസ്ട്രൈൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സൈഡിൽ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തോ കുറവുണ്ട്. അപ്പോൾ ആ കുറവ് മാറ്റിയിട്ട് വേണം ഈക്വൽ ടു എടുക്കേണ്ടത്. ഗ്രാഫിക്കൽ മെത്തേഡിൽ ഇങ്ങനെ ഒന്നും എഴുതുന്നില്ലായിരുന്നു, ഡയറക്റ്റായിട്ട് നമ്മൾ ഈക്വൽ ടു സൈൻ കൊടുക്കുകയായിരുന്നു. പക്ഷേ സിംപ്ലക്സ് ചെയ്യുമ്പോൾ ഇവിടെ എന്തോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദിസ് ഇൻഇക്വാലിറ്റി ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇക്വേഷൻ ആസ്, എങ്ങനെ മാറ്റാം? ഞാൻ പറഞ്ഞു സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 3x1 പ്ലസ് 2x2 പ്ലസ് 5x3 പ്ലസ് s1, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കുറവുള്ള ഒരു വാല്യൂ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇതിന്
ഒരു വേരിയബിൾ ആയിട്ട് ഇവിടെ കൊടുക്കുന്നതേ ഉള്ളൂ, ഇതിൻ്റെ വാല്യൂവിന് വലിയ പ്രസക്തി ഇല്ലാത്തതാണ്. ഹിയർ S1 ഈസ് കോൾഡ് സ്ലാക്ക് വേരിയബിൾ. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി സർപ്ലസ് വേരിയബിൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ വരുന്ന കൺസ്ട്രൈൻറ്റിൽ അതിൻ്റെ അർത്ഥം എന്താ? റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറവാണ്. മനസ്സിലായോ? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കുറവായിരുന്നു, മറ്റടുത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറവാകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇഫ് എ കൺസ്ട്രൈൻറ്റ് ഹാസ് എ സൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദെൻ വി സബ്ട്രാക്ട് സം വേരിയബിൾസ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പം നേരത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കുറവായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാലിറ്റി വരുമ്പോൾ അതിൻ്റെ അർത്ഥം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടുതലായിട്ട് നിൽക്കുന്നു. ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് കൂടുതലാകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതോ സം വാല്യൂ ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ LHS ഇൻ ഓർഡർ ടു കൺവേർട്ട് ദ ഇൻഇക്വാലിറ്റി സൈൻ ഇൻ ടു ഈക്വൽ ടു സൈൻ. Such variables are called surplus variables. And here also the values of these variables are assumed as amount over and above the required minimum level. മനസ്സിലായോ? അതവിടെ കൂടുതലായിട്ട് നിന്ന വാല്യൂ അല്ലെങ്കിൽ എമൗണ്ടിനെ നമ്മളത് മൈനസ് ചെയ്ത് കളയുന്നു എന്ന് കൺസിഡർ ചെയ്താൽ മതി. അപ്പം നേരത്തെ എഴുതിയ അതേ എക്സാമ്പിൾ ഗ്രേറ്റർ ദാൻ ഇട്ട് നോക്കിയാൽ 3x1 + 2x2 + 5x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ്. മനസ്സിലായല്ലോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആകുമ്പോൾ ദിസ് ഇൻഇക്വാലിറ്റി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വേഷൻ ആസ് എന്താകുന്നു? നമ്മൾക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സം എമൗണ്ട് ഷുഡ് ബി മൈനസ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിരിക്കണം. അപ്പോൾ 3x1 + 2x2 + 5x3 - S1 ഈക്വൽ ടു 5 എന്ന് എഴുതാം. ഇവിടെ S1 എന്ന് പറയുന്നത് സർപ്ലസ് വേരിയബിൾ എന്നാണ് അറിയുന്നത്. ഓക്കെ. So next, simplex table എന്താണെന്ന് നോക്കാം. This is a table used to show the various values obtained for basic variables at each stage of iteration. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ ഐട്രേറ്റീവ് പ്രോസസ്സിൽ കൂടിയാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നതിന് നമ്മുടെ വാല്യൂസ് ഈ പറഞ്ഞ ഡിസിഷൻ വേരിയബിൾസിൻ്റെയും സ്ലാക്ക് സർപ്ലസ് എല്ലാ വേരിയബിൾസിൻ്റെയും നമ്മൾ വരച്ച് കാണിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ഈ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ടാണ്. സിംപ്ലക്സ് മെത്തേഡ് ചെയ്യുന്നത് സിംപ്ലക്സ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ്. ദിസ് ഈസ് എ ടേബിൾ യൂസ് ടു ഷോ ദ വേരിയസ് വാല്യൂസ് ഒബ്റ്റെയിൻഡ് ഫോർ ബേസിക് വേരിയബിൾസ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ഐട്രേഷൻ. ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് വാല്യൂസ് വരുന്നതും പോകുന്നതും എന്ന് ഫൈനൽ ഒപ്റ്റിമൽ സൊല്യൂഷനും എല്ലാം ഈ ഒരു ടേബിളിൽ നിന്നാണ്. അപ്പം വി ഹാവ് ടു കൺസ്ട്രക്ട് ദ സിംപ്ലക്സ് ടേബിൾ. ഓക്കെ. ഇനി ബേസിസ് എന്താണെന്ന് നോക്കുക. ബേസിസിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് B എന്ന് പറയുന്നത്. ബേസിസ് ദ വേരിയബിൾസ് ഹൂസ് വാല്യൂസ് ആർ നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ബി 0. ഈ ബേസിക് വേരിയബിൾ എടുത്തിട്ട് ആ ബേസിക് വേരിയബിളിലെ വാല്യൂ 0 അല്ലാതെ സൊല്യൂഷൻ കിട്ടും എന്ന് പറഞ്ഞല്ലോ ബേസിക് വേരിയബിൾസിന്. അങ്ങനെ ഉള്ള വേരിയബിൾസിനെയാണ് ബേസിസ് ആയിട്ട് എടുക്കുന്നത്. ആ ബേസിസിനെ നമ്മൾ സിംപ്ലക്സ് ടേബിളിലെ ഒരു കോളമായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പം the variables whose values are not restricted to be 0 are listed in one column of the simplex table known as basis and denoted as capital B. Therefore basisൽ എന്തായിരിക്കും വേരിയബിൾ വരുന്നത്? യൂണിറ്റ് വെക്റ്റർ ആയിട്ട് നിൽക്കുന്ന യൂണിറ്റ് വെക്റ്റർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ബേസിക് വേരിയബിൾസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ബേസിക് വേരിയബിൾസ് ആണ് ബേസിസിൽ നമ്മൾ കാണിക്കുന്നത്. മനസ്സിലായത്? Therefore basis consists of variables which have unit vector in the simplex table. ഓക്കെ. ഇനി വെക്റ്റർ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലക്സ് ടേബിളിൽ ഒരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ എനി കോളം ഓർ റോ ഓഫ് എ സിംപ്ലക്സ് ടേബിൾ ഈസ് കോൾഡ് എ വെക്റ്റർ. ഒരു കോളത്തിനെയോ അല്ലെങ്കിൽ ഒരു റോയോ ഒരു ടേബിൾ വരച്ച് ആ ടേബിളിനകത്ത് റോയും കോളവും ഉണ്ടായിരിക്കും. അതിൽ എനി കോളം ഓർ റോ ഓഫ് എ സിംപ്ലക്സ് ടേബിൾ ഈസ് കോൾഡ് എ വെക്റ്റർ ആൻഡ് ഇൻ എ സിംപ്ലക്സ് ടേബിൾ ദർ ഈസ് എ വെക്റ്റർ അസോസിയേറ്റഡ് വിത്ത് എവ്രി വേരിയബിൾ. ഒരു LPPക്കകത്ത് എത്ര വേരിയബിൾസ് ഉണ്ടോ ദാറ്റ് ക്യാൻ ബി ഡിസിഷൻ വേരിയബിൾസ്, സ്ലാക്ക് അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ടുള്ള സർപ്ലസ് വേരിയബിൾസ് എന്ത് വേരിയബിൾ ആണെങ്കിലും ആ വേരിയബിൾസിനെ എല്ലാം സിംപ്ലക്സ് ടേബിളിൽ ഒരു വെക്റ്റർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദീസ് വെക്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ബേസിക് വേരിയബിൾസ് ആർ യൂണിറ്റ് വെക്റ്റേഴ്സ്. ഈ വേരിയബിൾസ് ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കും എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ വേരിയബിൾസ് ഉണ്ടോ അതിനെയെല്ലാം സിംപ്ലക്സ് ടേബിളിൽ കാണിക്കും എന്ന് പറഞ്ഞു. ഒരു വെക്റ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. അത് റോ ആയിട്ടോ കോളമായിട്ടോ എങ്ങനെയാണെങ്കിലും കാണിക്കുന്നു. ആ വെക്റ്റേഴ്സ് ബേസിക് വേരിയബിൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെക്റ്റർ എപ്പോഴും യൂണിറ്റ് വെക്റ്ററും ആയിരിക്കും. ഇനി യൂണിറ്റ് വെക്റ്റർ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ ഡെഫിനിഷനായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എ വെക്റ്റർ വിത്ത് 1 element ആസ് 1. മനസ്സിലായോ? ആൻഡ് അതർ എലമെൻറ്റ്സ് ആസ് 0 ഈസ് എ യൂണിറ്റ് വെക്റ്റർ. ഇങ്ങനെ എഴുതണം. 1 0 0 അല്ലെങ്കിൽ 0 1 0 0 0 0 1. ഇനി രണ്ട് വേരിയബിൾ x1ഉം x2ഉം മാത്രമേ ഉള്ളെങ്കിൽ അതെങ്ങനെ വരും?
2 വേരിയബിളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വെക്റ്റർ എങ്ങനെയായിരിക്കും? 2 എലമെൻറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1 0യും 0 1ഉം ആയിരിക്കും. ഇത് x1നെ റെപ്രസെൻ്റ് ചെയ്യുന്നതും x2നെ ബേസിക് ആണെങ്കിൽ. ഓക്കെ, ഇത് 3 വേരിയബിൾസ് ഉള്ളപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. 3 എണ്ണം 1 0 0 0 1 0 0 0 1 എന്നുള്ള 2 എണ്ണം ആണെങ്കിൽ ഇങ്ങനെ മാത്രം. ഓക്കെ, ഇനി പ്രത്യേകം അറിയേണ്ട ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിനോട്ട് ചെയ്യുന്ന ഒരു ഡെൽറ്റ ജെ എന്താണെന്ന് നോക്കാം. ഡെൽറ്റ ജെ എന്ന് പറയുന്നത് നെറ്റ് ഇവാലുവേഷൻ. ഓക്കെ, ഇത് സിംപ്ലക്സ് ടേബിളിൽ നമ്മുടെ ഒപ്റ്റിമം വാല്യൂ ആണോ അല്ലെങ്കിൽ സൊല്യൂഷൻ ഒപ്റ്റിമം ആണോ എന്ന് നോക്കുന്നത് ഈ ഡെൽറ്റ ജെയിൽ കിട്ടുന്ന വാല്യൂസിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ്. ഓക്കെ, ഡെൽറ്റ ജെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡെൽറ്റ ജെയുടെ ഫോർമുലയാണ് ഇസഡ് ജെ മൈനസ് സി ജെ. ഓക്കെ, അതിന് ഡെൽറ്റ ജെക്ക് പറയുന്ന പേരാണ് നെറ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ ജെയുടെ ഈ ഫോർമുലയെ മറന്നു പോകരുത്. ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു ഇസഡ് ജെ മൈനസ് സി ജെ, വെയർ സി ജെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ജെ വേരിയബിൾ ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ എക്സ് ജെ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3x1 + 4x2 + 5x3 എന്നൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ജെ വേരിയബിൾസ് x1ൻ്റെ x2ൻ്റെയും x3യുടെയും ഒക്കെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് 3 4 5 എന്നാണ്. ആ കോഎഫിഷ്യൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളാണ് സി ജെ എന്ന് പറയുന്നത്. സി ജെ ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ജെ വേരിയബിൾ ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇസഡ് ജെ ഇപ്പോൾ നിങ്ങളത് സെൻറ്റൻസ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി, അത് പ്രോബ്ലം ചെയ്യുമ്പോഴേ ക്ലിയർ ആവുള്ളൂ. ഇസഡ് ജെ ഈസ് ദ സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ബേസിക് വേരിയബിൾസ് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ദ വെക്റ്റർ എക്സ് ജെ. അപ്പോൾ ആദ്യം കാണേണ്ടത് പ്രോഡക്റ്റ് ഓഫ് സം അവിടെ കിടക്കട്ടെ. അതിന് മുമ്പ് ഇസഡ് ജെ കിട്ടേണ്ടത് എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ആണ്? കോഎഫിഷ്യൻസ് ഓഫ് ബേസിക് വേരിയബിൾ ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ദ വെക്റ്റർ എക്സ് ജെ. ഇത് തമ്മിൽ ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? ബേസിക് വേരിയബിൾസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നിന്ന് തന്നെ കിട്ടും. ബേസിക് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസും ഒരു പർട്ടിക്കുലർ വെക്റ്റർ, ഒരു സിംപ്ലക്സ് ടേബിളിലെ വെക്റ്റർ എന്ന് പറയുന്നത് റോയോ കോളമോ ആകാം. അപ്പോൾ ആ പർട്ടിക്കുലർ വെക്റ്ററും ബേസിക് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസും തമ്മിലുള്ള പ്രോഡക്റ്റ് ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ എല്ലാം കൂടെ സം എടുത്ത് കിട്ടുന്നതാണ് ഇസഡ് ജെ വാല്യൂ. അപ്പോൾ ഈ ഇസഡ് ജെയിൽ നിന്നും സി ജെ കോഎഫിഷ്യൻ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് ഓരോന്നും മൈനസ് ചെയ്യുമ്പം കിട്ടുന്നതാണ് ഡെൽറ്റ ജെ എന്ന് പറയുന്നത്. ആ ഡെൽറ്റ ജെയുടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നെറ്റ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അറിയേണ്ടതാണ് മിനിമം റേഷ്യോ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ലോവസ്റ്റ് നോൺ നെഗറ്റീവ് റേഷ്യോ ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ഈച്ച് എലമെൻറ്റ് ഇൻ ദ വാല്യൂസ് ഓഫ് ദ ബേസിക് വേരിയബിൾ. ദാറ്റ് ഈസ് ഈച്ച് എലമെൻറ്റ് ഇൻ ദ എക്സ് ബി കോളം. ഇപ്പോഴും ഇതിൻ്റെ നോട്ട് മനസ്സിലാക്കിയാൽ മതി, പ്രോബ്ലത്തിൽ എക്സ്പ്ലനേഷൻ കിട്ടുന്നതായിരിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് നോൺ നെഗറ്റീവ് റേഷ്യോ ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ഈച്ച് എലമെൻറ്റ് ഇൻ ദ വാല്യൂസ് ഓഫ് ദ ബേസിക് വേരിയബിൾ ബൈ ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇൻ ദ ഇൻകമിങ് വെക്റ്റർ. മിനിമം റേഷ്യോ എന്ന് പറയുന്നത് അതാണ്. നെക്സ്റ്റ് കീ കോളം എന്താണെന്ന് നോക്കാം. Key column, otherwise known as incoming vector, that is the column which has the least negative delta j in a maximization problem or highest positive delta j in a minimization problem. This is called an incoming vector. Delta j എന്ന് പറയുന്നത് നെറ്റ് ഇവാലുവേഷൻ ആയിരുന്നു. ഡെൽറ്റ ജെ ലീസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം മാക്സിമൈസേഷൻ കേസിലും. പോസിറ്റീവ് ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ എടുക്കുന്നതിനെയാണ് കീ കോളം എന്ന് പറയുന്നത്. So next one is key row, otherwise it is known as outgoing vector. Outgoing vector, otherwise key row, means the row which has the minimum ratio. Minimum ratio എങ്ങനെ കാണുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ മിനിമം റേഷ്യോയിലെ ഏറ്റവും the row which has the minimum ratio, minimum value ഉള്ള ഏത് റോയാണോ that is the outgoing vector. When the ratio is 0, then omit that. 0 ആണ് മിനിമം റേഷ്യോ എങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാൻ പാടില്ല. ആൻഡ് ടേക്ക് ദ മിനിമം പോസിറ്റീവ് റേഷ്യോ ആണ് എടുക്കേണ്ടത്, കീ റോ. Then the term is key element. So key element is that element of the simplex table which lies both in the key row and key column. Key column key rowയും intersect ചെയ്യുന്ന സ്ഥലത്ത് കിടക്കുന്ന എലമെന്റിനെയാണ് key element എന്ന് പറയുന്നത്.
ആദ്യം ഞാൻ പറഞ്ഞു സിംപ്ലക്സ് ഒരു ഐട്രേഷൻ പ്രോസസ്സാണെന്ന്, ഐട്രേറ്റീവ് പ്രോസസ്സാണെന്ന്. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഫോളോഡ് ഇൻ സിംപ്ലക്സ് മെത്തേഡ് ടു മൂവ് ഫ്രം വൺ BFS ടു അനദർ. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആദ്യം കിട്ടി, അത് ഒപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് ഒപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം, അടുത്ത ടേബിളിലേക്ക് പോകണം. അങ്ങനെ എവിടം വരെ റിപ്പീറ്റ് ചെയ്യണം? ഒപ്റ്റിമൽ വാല്യൂ കിട്ടുന്നത് വരെ. അപ്പോൾ ഈ പ്രോസസ്സിനെ അതുകൊണ്ടാണ് ഐട്രേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നതും ആ പ്രോസസ്സ് ഐട്രേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി സിംപ്ലക്സ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് സിംപ്ലക്സ് അൽഗോരിതം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർമുലേറ്റ് ദ ഗിവൺ പ്രോബ്ലം ഇൻ ടു LPP. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡിൽ പറഞ്ഞതുപോലെ തന്നെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലത്തിനെ LPP ആക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ട് ദ കൺസ്ട്രൈൻസ് ഇൻ ടു ഇക്വേഷൻസ് ബൈ ഇൻട്രൊഡ്യൂസിങ് നോൺ നെഗറ്റീവ് സ്ലാക്ക് വേരിയബിൾസ് ഓർ സർപ്ലസ് വേരിയബിൾസ് വെയർ എവർ നെസസറി. നമ്മുടെ കൺസ്ട്രൈൻസ് ഇൻഇക്വാലിറ്റീസ് ആയിട്ട് നിൽക്കുന്ന കൺസ്ട്രൈൻസിനെ ഇക്വേഷൻസ് ആക്കണം. ഗ്രാഫിക്കൽ മെത്തേഡിൽ ഡയറക്റ്റ് ആയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ എല്ലാം മാറ്റി ഈക്വൽ ടു എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ എന്ത് ചെയ്യണം? ഞാൻ രണ്ട് ടേം പഠിപ്പിച്ചു, സ്ലാക്ക് അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾസ്. സോ convert the constraints into equations by introducing non-negative slack variables or surplus variables wherever less necessary. എന്നുവെച്ചാൽ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇക്വേഷൻ ആക്കുക. തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ സർപ്ലസ് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഇക്വേഷൻസ് ആക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ദെൻ കൺസ്ട്രക്ട് ദ സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് കണ്ടക്ട് ദ ടെസ്റ്റ് ഓഫ് ഒപ്റ്റിമാലിറ്റി. സിംപ്ലക്സ് ടേബിളിൽ നമ്മുടെ വാല്യൂസ് എല്ലാം എഴുതിയതിന് ശേഷം നമ്മൾ ഒപ്റ്റിമം വാല്യൂ അല്ലെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ഡൺ ബൈ, അപ്പോൾ ഒപ്റ്റിമൽ വാല്യൂ ആണെന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് എല്ലാ വാല്യൂസും എഴുതിയിട്ട് എന്ത് കാൽക്കുലേഷൻ നടത്തണം? ഡെൽറ്റ ജെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കണ്ടക്ട് ദ ടെസ്റ്റ് ഓഫ് ഒപ്റ്റിമാലിറ്റി. ദിസ് ഈസ് ഡൺ ബൈ കമ്പ്യൂട്ടിംഗ് നെറ്റ് ഇവാലുവേഷൻ ഡെൽറ്റ ജെ. ഡെൽറ്റ ജെ ഈസ് കാൽക്കുലേറ്റഡ് യൂസിംഗ് ദ ഫോർമുല ZJ minus CJ. ആൻഡ് ഇഫ് ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ, ഡെൽറ്റ ജെക്ക് ഒപ്റ്റിമം ആണോ അല്ലയോ എന്ന് നോക്കാൻ ഓരോ കേസിലും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമം ഇഫ് അറ്റ് ലീസ്റ്റ് 1 ഡെൽറ്റ ജെ ഈസ് നെഗറ്റീവ് ഫോർ മാക്സിമൈസേഷൻ കേസ്. നമ്മുടെ LPP മാക്സിമൈസ് ചെയ്യാനായിരുന്നു എന്നുണ്ടെങ്കിൽ നെറ്റ് ഇവാലുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഡെൽറ്റ ജെയിൽ ഒരെണ്ണമെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ അത് ഒപ്റ്റിമം അല്ല എന്ന് അർത്ഥം. മനസ്സിലായോ? സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമം ഇഫ് അറ്റ് ലീസ്റ്റ് 1 ഡെൽറ്റ ജെ ഈസ് നെഗറ്റീവ് ഫോർ മാക്സിമൈസേഷൻ കേസ്. അപ്പം മാക്സിമൈസേഷൻ കേസിൽ ഡെൽറ്റ ജെ എല്ലാം പോസിറ്റീവ് ആകുകയാണെങ്കിൽ അത് ഒപ്റ്റിമം ആയി. പോസിറ്റീവ് അല്ല ഒരെണ്ണത്തിനെങ്കിലും നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് ഒപ്റ്റിമം. ആൻഡ് മിനിമൈസേഷൻ കേസിലാണെങ്കിൽ ഇഫ് 1 ഡെൽറ്റ ജെ ഈസ് പോസിറ്റീവ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഒപ്റ്റിമം. നേരെ ഓപ്പോസിറ്റ് വേർഷനിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ആൻഡ് അതർവൈസ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതർവൈസ് ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. ഇഫ് ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ ദെൻ ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒപ്റ്റിമൽ അല്ലാതെ വരുന്നത് മാക്സിമൈസേഷൻ കേസിൽ ഡെൽറ്റ ജെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് എങ്കിലും ഉണ്ടെങ്കിൽ ഒപ്റ്റിമൽ അല്ല. മിനിമൈസേഷൻ കേസിൽ ഡെൽറ്റ ജെയിൽ പോസിറ്റീവ് ഒരെണ്ണമെങ്കിലും പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒപ്റ്റിമൽ അല്ല എന്ന കേസിലേക്ക് വരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഇൻകമിങ് ആൻഡ് ഔട്ട്ഗോയിങ് വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. ദ ഇൻകമിങ് വെക്ടർ കറസ്പോണ്ട്സ് ടു എന്തിനാണ്? ലീസ്റ്റ് നെഗറ്റീവ് ഡെൽറ്റ ജെ ഫോർ മാക്സിമൈസേഷൻ കേസ്. നെഗറ്റീവ് വാല്യൂസ് വരുമ്പോഴാണല്ലോ മാക്സിമൈസേഷനിൽ ഒപ്റ്റിമം അല്ല എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തിലെ ഏറ്റവും ലീസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഏതാണെന്ന് നോക്കുക. അതാണ് നമുക്ക് ഇൻകമിങ് വെക്ടറായിട്ട് എടുക്കേണ്ടത്. ഇനി മിനിമൈസേഷൻ കേസിലാണെങ്കിൽ ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഏതാണെന്ന് നോക്കുക. ദെൻ ദാറ്റ് വിൽ ബി ദ ഇൻകമിങ് വെക്ടർ. അത് ഇൻകമിങ് വെക്ടർ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഔട്ട് ഗോയിങ് വെക്ടറും കണ്ടുപിടിക്കണം. ഔട്ട് ഗോയിങ് വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ മിനിമം റേഷ്യോ. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് വന്നപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദ എലമെൻറ്റ്, ദ 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലമെൻറ്റ് വിച്ച് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് മിനിമം റേഷ്യോ ആരോ. അപ്പം നമ്മൾ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങിനെയും നമ്മൾ ഈ ആരോ യൂസ് ചെയ്തിട്ടാണ് ടേബിളിൽ കാണിക്കുക. മിനിമം റേഷ്യോ ആരോ എന്ന് പറയുന്നത് ദിസ് ഈസ് ഇത് ടേബിളിലേക്ക് വരുന്നു, ഇതിൻ്റെ അകത്ത് നിന്ന് ലീവ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ ഔട്ട് ഗോയിങ് വെക്റ്റർ. മിനിമം റേഷ്യോ റെപ്രസെൻറ്റ് ചെയ്തെടുക്കുന്നത് ഔട്ട് ഗോയിങ് വെക്റ്റർ ദാറ്റ് ഷുഡ് ബി ഡിനോട്ടഡ് യൂസിങ് ദിസ് ആരോ മാർക്ക്. മനസ്സിലായോ? ഇത് ടേബിളിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്നർത്ഥം. ആൻഡ് ഇൻകമിങ് വെക്റ്റർ ആരോ, അപ്വേർഡ് ആരോ വരുന്നതിനെയാണ് ഇത് ടേബിളിലേക്ക്, ആ പർട്ടിക്കുലർ വേരിയബിൾ ടേബിളിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു എന്നർത്ഥം. ഈ രണ്ടെണ്ണവും കൂടെ ചേരുന്ന പൊസിഷൻ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ രണ്ട് റോയും കോളവും, ഈ റോയും കോളവും നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ടിനെയും കോമൺ ആയിട്ട് വരുന്ന ഇൻ്റർസെക്റ്റിംഗ് ഏരിയയിൽ വരുന്ന എലമെൻ്റ് ഏതാണോ അതിനെയാണ് കീ എലമെൻ്റ് എന്ന് പറയുന്നത്. ആ കീ എലമെൻറ്റിനെ നമ്മളൊരു ബോക്സ് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും, ബോക്സിനകത്തേക്ക് വരയ്ക്കും. പിന്നെ ചെയ്യേണ്ടത് ഈ കീ എലമെൻറ്റ്, മേക്ക് ദ കീ എലമെൻറ്റ് ആസ് 1. കീ എലമെൻറ്റിൽ എന്ത് വാല്യൂവും ആയിക്കോട്ടെ, ആ കീ എലമെൻറ്റിൻ്റെ വാല്യൂവിനെ 1 ആക്കണം. എങ്ങനെ? ബൈ ഡിവൈഡിങ് ദ റോ കണ്ടെയ്നിങ് ദ കീ എലമെൻറ്റ് ബൈ ദാറ്റ് കീ എലമെൻറ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ ആ കീ എലമെൻറ്റിനെ 1 ആക്കണം, അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് 1 ആക്കുകയും, ആൻഡ് മേക്ക് ദ കോളം കണ്ടെയ്നിങ് ദിസ് എലമെൻറ്റ്, ഈ കീ എലമെൻറ്റിൻ്റെ ആ കീ എലമെൻറ്റിനെ 1 ആക്കുകയും ആ കീ എലമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന കോളത്തിലുള്ള ബാക്കി എലമെൻറ്റ്സിനെ എല്ലാം 0 ആക്കുകയും വേണം. ദെൻ ഒബ്റ്റെയിൻ ദി നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിൾ വിത്ത് ദ ചേഞ്ചസ്. ഈ വരുത്തിയ ചേഞ്ചസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത ടേബിളിലേക്ക് പോകുന്നതായിരിക്കും, അടുത്ത സിംപ്ലക്സ് ടേബിളിലേക്ക് കൺസ്ട്രക്ട് ചെയ്യും. ദെൻ ടെസ്റ്റ് ദ ഒപ്റ്റിമാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. വീണ്ടും അതുപോലെ കൺസ്ട്രക്ട് ചെയ്ത് ഡെൽറ്റ ജെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഡെൽറ്റ ജെയിൽ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമൈസേഷൻ കേസിൽ ഒരെണ്ണമെങ്കിലും നെഗറ്റീവ് വന്നാൽ ഒപ്റ്റിമൽ അല്ല, മിനിമൈസേഷൻ കേസിൽ ഒരെണ്ണമെങ്കിലും പോസിറ്റീവ് വന്നാലും ഒപ്റ്റിമൽ അല്ല, അല്ലാതെ വരുന്ന കേസിൽ എല്ലാം ഒപ്റ്റിമൽ ആകുന്നു. അപ്പോൾ if it is not optimal, repeat the steps 5 and 6 until an optimal solution is finally obtained. Okay. അതുവരെ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദ സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റീഡിങ് ദ ബി കോളം. ബി എന്ന് പറയുന്നത് ബേസിസ് ആണ്, ആൻഡ് ദ എക്സ് പി കോളം ടുഗദർ. ഓക്കെ, ഇതാണ് നമ്മുടെ അൽഗോരിതത്തിൻ്റെ എന്താ പറയുക സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സിംപ്ലക്സിൻ്റെ സ്റ്റെപ്സ് ഇത്രയുമാണ്. ഇത് നിങ്ങൾ നോട്ട് എഴുതി വെച്ചതിന് ശേഷം, നോട്ട് എഴുതിയിട്ട് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോഴേ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അടുത്തത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ടേംസിനകത്ത് സ്ലാക്ക്, സർപ്ലസ്, മിനിമം റേഷ്യോ, കീ എലമെൻറ്റ്, കീ ഔട്ട് ഗോയിങ് വെക്റ്റർ, ഇൻകമിങ് വെക്റ്റർ, മിനിമം റേഷ്യോ, ഇങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ യൂണിറ്റ് വെക്റ്റർ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ഫീസിബിൾ സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നതെല്ലാം ഷോർട്ട് നോട്ടായിട്ട് 4 മാർക്സ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അതിനാണ് ഞാൻ ഈ നോട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് ആ ഒരൊറ്റ പ്രോബ്ലത്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. Okay.